അങ്ങനെ ശിവനൊന്നും മാറ്റി വെക്കാൻ പാടില്ല. അല്ല പിന്നെ സാറല്ല പോട്ടെ ചർച്ച ചൂടെടുക്കരാ എടുക്കരാ പെട്രോളും ഇല്ലല്ലേ? അല്ല പെട്രോൾ അടിക്കാം. ഹായ് ഗായ്സ്. ഹലോ. അപ്പൊ നിന്റെ ഹലോ ഇല്ലേ? അപ്പൊ എന്താ പരിപാടി? എന്താ ചൂണ്ടടാ? ചൂണ്ട ഇട്ടിട്ടുണ്ടോ? ഞാൻ ഇട്ടില്ല. രണ്ടു മൂന്ന് മണിക്കൂർ ഇരുന്നല്ലാണ്ട് പിണ്ണാക്ക് കിട്ടില്ല. കോള് പിടിച്ച് പണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ നെഗറ്റീവ് അടിക്കണം പോസിറ്റീവ് അടിക്കണം? പോസിറ്റീവ് അടിക്കണം. ഇത് മിക്കാറോ ഫൗളാ. സ്പേസ് ഉണ്ട്. ഇവന്റെ ഓവർ ആക്ടിങ് പോടാ. ഓന് വലിയ ഇല്ലടാ, ഓവർ ആക്ടിങ് ഇല്ല. കറക്റ്റ് ഫസ്റ്റ് അല്ല. പിന്നെ ഞാൻ ഇവിടെ ചോദിച്ചില്ലേ എന്ത് ചൂണ്ട പിടിച്ചിട്ട് എല്ലാം കിളിപോയ സാധനം. പോയ വണ്ടി ഇടാ, പെട്രോൾ അടിക്കോ. അപ്പൊ പ്ലാൻ പറ. മീൻ പിടിക്കാം. അപ്പൊ ഗൈസ് നമ്മളെങ്ങോട്ടാ പോണെ? അപ്പൊ മീൻ പിടിക്കുന്ന അടുത്തെത്തിയിട്ട് കാണാം. ഇങ്ങനല്ലേ വ്ളോഗില്. സ്റ്റേ ട്യൂൺഡ്. ഞാനല്ലേ നിതീഷ് അജയ് വണ്ടിയോട് കണ്ടില്ല. ഞാനെന്തോ പറയാന്ന്. മീൻ പിടിക്കുന്നു. തളങ്കര പോ, തളങ്കര. ഒന്ന് നായ അപ്പൊ ഗായ്സ് കോടി ഇന്ന് അവരാതെല്ലാം പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ അതും കട്ടാക്കാം. നിങ്ങൾ പിടിക്കാൻ പോയില്ലേ? അപ്പൊ പോ മൈര. മീന് വേറെ പണിയില്ല. അതല്ലേ നീ പഠിക്കാവുന്നില്ല. നിർത്തിയാ മീൻ പിടിക്കാൻ ഒരു സാധനമില്ല. ഇപ്പൊ മീൻ പിടിക്കുന്നത് ഒരു സൂചി ഒരു സൂചി. മീൻ പിടിക്കാൻ സാധനമില്ല. എന്തല്ല വേണ്ടേ? മൈദ. ഇതൊരു മൈദട്ട മീൻ വരുമോ? അതിനേക്കാളെല്ലാം പൊരി ഇട്ടിരിക്കല്ലോ. ഇവിടെ വെക്കണോ? പൊരി പൊരിന്ന് പറഞ്ഞാലേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ. പൊരി നമ്മ പാടിട്ട് വിചാരിച്ചോ, ഇത് ഒഴുകും. മനസ്സിലായോ? ഒഴുകും. അറിയാത്ത കാര്യല്ലേ. എനക്കിതുവരെ പിടിച്ചിട്ട് ശീലമൊന്നുമില്ല. നിങ്ങളെ ഭയങ്കര ഇതിന് ഞാൻ ഈ എഞ്ചിനീയറിങ്ങോ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊരി ഇട്ട പുഴത്തിൽ വെള്ളം പോവും. കുളത്തിലാണെങ്കിൽ ആടുണ്ടാവും പൊരി. ഞാൻ എന്നോട് ആടുന്ന തന്നെ കുളത്തിലേക്ക് ഉറക്കുകളി വിടാം. അപ്പൊ മീൻ നീ എന്താ ഇവിടെ പോന്നെ? തിരിക്കണ്ടേ? ചളിയെ കിണറില്ലല്ലേ? എന്താ പറഞ്ഞ മീനിനെ ഉറക്കിട്ട് പിടിക്കാം. മീനെ ഉറക്കുകളി കേട്ടിട്ട് സേഫ്റ്റി പിന്നെ അവിടെ കിട്ടോ? സേഫ്റ്റി പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ നൂല് കണ്ടോ? ഇനിയിപ്പോ മഴയാവല്ലോ. എന്തെങ്കിലും പോയി മേടിച്ചിട്ടോ? അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. ചൂടുമാ ഇത്തിരി ഇരിക്കണ കൊക്ക വരെ ഉണ്ട് ഇപ്പൊ കയ്യില്. അത് വേറെന്തോ പേര് വരെ പറഞ്ഞോട്ട്. ഓ അവിടെ മീൻ പിടിക്കുന്ന തന്നെ. പിന്നെ പെരുമ്പളല്ലേ ഉണ്ടാവാതിരിക്കോ? ഓ അപ്പൊ അവിടെ കൊറേ ഇച്ചാ പൊന്നിച്ചാ മുത്തിച്ചാന്ന് പറഞ്ഞ് ഞാൻ അതെ മൈദ എടുക്കാൻ വേണ്ടിട്ട്. മൈദക്ക് പൈസ വേണ്ടിട്ട്. അതിപ്പോ മൈദ ഇത്രയും ആൾക്കാരുണ്ടോ? അപ്പൊ നമ്മളെങ്ങോട്ടാ പോണേ? മീൻ പിടിക്കാൻ. രസമുണ്ട് സുള്ളിയെ പോകുന്ന വഴി. വീടുണ്ട് വേണ്ട. ഇത് പോയി നമ്മൾ കർണാടക എത്തിക്കേ. കർണാടക അല്ല, ഇതാണ് നമ്മുടെ കാസർഗോഡിന്റെ ഹൃദയഭാഗം. ഹൃദയോ? ഇതാ ഞാനൊരു സംഭവം ഒരു കപ്പി സ്വയം പറഞ്ഞു പൊക്കുന്നവൻ. സ്വയം പൊക്കി.
എടാ സ്ലോ ആക്ക്. ടാരിക്സി ഉണ്ട്, അതിന്റെ താഴെ പോണം. വലത്തോട്ട വഴിയുള്ളത്, പക്ഷെ വലത്തോട്ട് പോകാണ്ട് ഈ താഴോട്ട് ഇറങ്ങണം. പോ. പിന്നെ നമ്മളവിടെ ഡെസ്റ്റിനേഷൻ എത്താനാകുമ്പോ എനിക്ക് തോന്നും വഴിയൊന്നുമില്ല, അജയ് 2 തെറി കയറിയ. പക്ഷെ അവിടെ ആൾക്കാരൊക്കെ പോകുന്ന സ്ഥല. ഓക്കെ, ആൾക്കാര് പോകുന്ന സ്ഥലമൊക്കെയാണ്. റൈറ്റ്. ഇത് നല്ല ഏരിയ കുയിലെങ്ങനെ. 1 hour later. സൂപ്പർ, നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ ഈടെ വണ്ടി വെക്കുന്ന അങ്ങോട്ട് വണ്ടി വെക്കണം, ഈടെ വണ്ടി വെക്കുന്ന ഈടെ വണ്ടി വെക്ക്. ഇതാണല്ലേ നമ്മുടെ കുറച്ചുകൂടി അങ്ങോട്ട് നോക്ക്, മുന്നോട്ട് നോക്കൂ. മുന്നോട്ട് നോക്കി ഒന്നും കണ്ടില്ല അല്ലേ? ആ പാലല്ലേ. നമുക്ക് ആദ്യം മീൻ പിടിക്കാം. നമ്മളില്ലേ നടക്കുന്നല്ലേ കട്ടാക്കില്ലേ? നമുക്ക് മീൻ പിടിക്കാം. അവിടെ അയാളുണ്ടെങ്കില് നമുക്ക് അവിടെ തോണിയിൽ കയറിട്ട് വീട് വരാം. നീന്താൻ കയറോടാ? അല്ല, ഇടയില് പറയണ ഇതാരും മേടിച്ചോണ്ടേ. ഇത് ഇവരാണ് അവരാദ്യം വാങ്ങിച്ച. ഇനി നീ പണിയെടുക്ക. ഞാൻ മൈദ കുഴക്കുന്ന ഞാനേറ്റ് കുഴക്ക്. അടുത്ത കുറച്ച് വെള്ളം ഒരു ഡൗട്ട് കേട്ടാ, സംശയം. എന്തറിയോ, പെല്ലെ പിടിച്ചിട്ട് പരിചയമില്ലാത്തോണ്ട്. ഇല്ല, മൈദ വേണോ അതിന്? അല്ലേ, നല്ല ഐഡിയ. ഗൈസ്, നല്ല പോലെ അളയൊന്ന് ഊക്കിട്ടിട്ടുണ്ട്. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത് നേരായല്ലോ. നീ എന്തായിക്കോട്ടെ ആയാ സെറ്റ് ആയാ. ഇഷ്ടാ നമ്മുടെ കൊക്ക മൈദ മിക്സ് ആക്കിയ ഇതിൽ നീ വേണ്ട ഞാൻ 2 മതി എനിക്ക് വീട്ടിലേക്ക്. രാത്രി കാച്ചാൻ എത്ര? 5. നീ എത്ര ഏട്ടാ? ഈ ഫിഷ് ഫ്രൈ ആക്കാൻ ഒരു സ്ഥലം പോണല്ലോ. നിന്റെ വീട്ടിൽ ആളില്ലല്ലോ ഇപ്പൊ? അമ്മ ഉണ്ടാ? വാക്കിംഗ് ഇൻ ഈവനിങ് തിങ്കിങ് ഫിഷിങ്. അപ്പൊ വേറൊരു കഥ ഉണ്ട് റബി. നമ്മളാടന്നെടുത്തിട്ട് വീട് വരാൻ പറഞ്ഞെന്തറിയോ? നമുക്ക് അതുമല്ലാണ്ട് നമുക്ക് വലിയ മീന് വലിയ കൊക്ക കിട്ടിട്ട ആള് എന്തേ നമ്മക്ക് കിട്ടുവാ വലിയ മീന് അതിന്റെ കയ്യിലുണ്ട്. ഇത് അങ്കപ്പുഴ ഇങ്ക തോട്. നമ്മളോട് തോട്ടിൽ പിടിച്ചോ, അയാള് പുഴയിൽ പിടിച്ചോ, നമുക്ക് വലിയ സ്രാലം കിട്ടും. ഈടെ ഒരു ഗപ്പിയെങ്കിലും ഗപ്പി ഇവിടുത്തെ കൊക്കയാണെങ്കിൽ ഇത്രയും വേണോ എനിക്കറിയില്ല. നമുക്ക് വലിയ പരിചയമില്ല. നമ്മളിനി കേട്ടോ ആര് ഐശ്വര്യമുള്ള വയസ്സിന് മൂത്ത ആൾക്കാരുടെ നല്ലത്. ചേട്ടന്മാരിട്ടാ അനിയന്മാര് കളത്തിൽ ഇറങ്ങുന്നില്ല ഇപ്പൊ. ഫോക്കസ് ആവുന്നില്ലേ?
ഫോക്കസ് ആവുന്നില്ല ഗൈസ് മുഴുവൻ. മൈദ തന്നിട്ട് പോയിരാ, മൈദ തന്നിട്ട് പോയി. വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ലൈറ്റ് ആക്കി തന്നെ അത് വെള്ളത്തിൽ വീണപ്പോ അത് പോവും. കൈ ചൊറിയും, ചൊറിയാൻ ഒന്നും ചൊറിയൂല. അച്ഛൻ കൈ ചൊറിയും. കൈന്റെ ഉള്ളിൽ ചൊറിയില്ലടാ, കൈന്റെ ഉള്ളിൽ ചൊറിയല്ലേ. ഇടടി പ്രശ്നം. മുഴുവൻ്റെ ഒരു ക്ലോസ് എടുക്കട്ടെ. ഇനിയിപ്പോ ഓർഗനൈസേഷൻ ഒന്നും ഇല്ലല്ലോ, ഇല്ലല്ലേ? മുഴുവനും തിന്നിട്ട് മീൻ പോയി ഗൈസ്. പോയിട്ടില്ല. പാളിയതാ. രാത്രി കാച്ചാണ് എത്ര നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ തിരിച്ചറിഞ്ഞു ഇത് നമുക്ക് പറ്റില്ല. ചേച്ചി ഇത് അവന്റെ ഉണക്കാൻ വെച്ച ജട്ടിയല്ല, നമ്മൾ എടുത്തോണ്ട് വന്ന മൈദയുടെ കവറാണ്. അവസാനത്തെ അംഗത്തിനായി നിതീഷ്. ഇതൊരു പുതിയ ടെക്നിക്കാണ് മീൻ പിടിക്കാൻ. ആരും ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. സൂം ഉണ്ടായിരോ. One eternity later. കാത്തിരുന്ന് മീൻ കിട്ടിയടാ. തോറ്റ് പിന്മാറില്ല. അയ്യോ എന്റെ മണ്ടി. Terrific and tragic. Oh my god. നീല പന്തലിട്ടിട്ടുണ്ടാ? വീട്ടിൽ നോർത്താക്കും. ആ നീല പന്തലിട്ടിട്ടുണ്ടാ? The road over here is very hot. ആടെ കൊണ്ടൊക്കെ Where? നീല പന്തലിട്ടിട്ട് ആടെ. ഇവിടെ ഒരു കാറും വരില്ല. കാണാൻ പറ, ഡെസ്റ്റിനേഷൻ എത്തി എന്തെങ്കിലുമൊക്കെ പറ. അജയ്, നിനക്ക് എത്ര ഭാഷ വരാം? എനിക്കാ 2, 3, 4, 5. ഹിന്ദി കൂടി കൂട്ടിയ സംഘം മൊബൈൽ നിങ്ങൾ കാസർഗോഡ് 7 ഭാഷയെങ്കിലും അറിയാൻ. കറക്റ്റ്. ഞാനും അതിന്റെ പേര്. നീ കൊങ്കിണി പറഞ്ഞേ, സപ്തഭാഷ അല്ലേ? കൊങ്കിണി എനിക്കറിയില്ല, എനിക്ക് 7 ഭാഷകൾ എനിക്കറിയാം. ശരി, ഉറുദു പറ. ഇവന്റെ ഒരു ഭാഷ അവിടെ പോയായിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, തുളു. തമിഴ് പറഞ്ഞ എന്നടാ கொம்மாலக்க நீ ரொம்ப பேசக்கூடாது. அவ்வளவுதான் அவ்வளவுதான் உனக்கு மரியாதை. அவ்வளவுதான் உனக்கு மரியாதை. 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പുറം നാട്ടിട്ടാ. അതായത് പെരുമ്പളെല്ലാം മഞ്ഞിപ്പാടിയിൽ ഒറ്റ സ്ഥലം. No, I'm actually basically from പുറം നാടുകളിൽ പാലമില്ല, ബ്രിഡ്ജ് ഇല്ല. ഓ എന്താട്ടാ കേട്ടില്ല. From Dubai, that's why. എനിക്ക് എപ്പോഴും വരുമ്പോഴ പേടി എന്തറിയോ, ഈ ഗ്യാപ്പ് ഉണ്ടാ. അല്ലല്ല, ഈ ഗ്യാപ്പ് ഉണ്ടാ. ഫോണ് താ വീണാല് പോയാലോ ഒന്ന് പോയിരോ. ടാറ്റ. ഇത്ര നേരത്തെ പരിശ്രമം
ഞാൻ ഇംഗ്ലീഷിൽ കാച്ചു നിട്ടുണ്ടാ അല്ല വെറുതെ ഇട്ടത്. നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമുക്ക് എന്താ ചെയ്യും നിന്റെ അഭിപ്രായത്തില്? സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. പൈസ പോയി 39 $39 മീന് വേണ്ടിട്ട് പോയി ചെലവാക്കി. 239. ആ പെട്രോളും കൂടി കൊണ്ടുപോകണം. പെട്രോൾ $239 നല്ലൊരു സ്ഥലം കാണാൻ പറ്റി. ഇവിടെ തൊട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല വ്യൂ ആയിട്ടുള്ള സ്ഥലം വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ സ്വന്തം നാട്ടിലെ രണ്ടിനി കാണുന്നില്ല. വരാത്തോണ്ടാണ് അറിയാലോ കാസർഗോഡ്. അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തം ഫ്ലോപ്പായി. മീൻ പിടിക്കാൻ അറിയുന്ന ആരും കൊണ്ട് നടത്താം. ഫസ്റ്റ് വ്ളോഗ് ടെൻഷൻ അറിയാം. നമുക്ക് അതിന്റെ കുറെ പരിമിതികളും അതിന്റെ കുറെ അറിവില്ലായ്മകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ എന്ത് നിങ്ങൾക്ക് തോന്നിയാലും അഭിപ്രായം പറയാം. എന്താണ് പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി നിതീഷ്. ഇത് അടുക്കാനൊന്നും പോകില്ല. നടന്നാ നല്ലതായി. പക്ഷെ നടന്ന കൊറേ ആയി ഇടണം പറയുന്നത്. ഒന്നും നിതീഷിന് ഒരു വ്ളോഗർ ആണെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നത്. നാളെ ആക്ടർ, മറ്റന്നാൾ പോലീസ്മാൻ. കഴിഞ്ഞല്ലേ ഇതേപോലെ എന്നെ കൊണ്ടുവിടാൻ മുമ്പ് ട്രെയിനിൽ നമ്മളൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പൊ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ പ്രസന്റ് പ്രസന്റ് നമ്മൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കുറെ കഥകളും ഇന്ത്യൻ റെയിൽവേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. ചിലപ്പം വൈകാണ്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നാട്ടുകാര് കേൾക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതായിക്കൂടെ ഞാൻ എന്നെ പിടിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു ഗൈസ് അവസാനിക്കാം. സ്റ്റേ ട്യൂൺഡ്.